എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കൊരു കറിയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു ചൊരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ലോക്കി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതൊരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ഇതൊക്കെ കഴിക്കണം. നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. തൊലി ഇതുപോലെ ചിരണ്ടി കളയണം. പിച്ചാത്തി കൊണ്ട് വേണേൽ ചെത്തി വേണേലും കളയാം. നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് ചെറിയ ചെറിയ കഷണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാമേ. ഇതേ ഇതുപോലെ അരിയണേ. ഒരുപാട് കനം കൂടുകയും വേണ്ട, ഒരുപാട് കനം കുറയുകയും വേണ്ട. ഇപ്പോൾ നമ്മളിതെല്ലാം എടുത്ത് അരിഞ്ഞിവിടെ കൊണ്ടുവന്നേ. ഇനി നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകെണ്ണ ഒഴിച്ചു. ഒരു സ്പൂണ് ജീരകം ഇട്ടു, പൊട്ടിച്ചു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലോക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെക്കണം. ഇത് നല്ലപോലെ വെള്ളമുണ്ട്, അതെല്ലാം ഒന്ന് പറ്റി ഇത് സോഫ്റ്റായിട്ട് വരണം. അതിനായിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ചെറു തീയിലിടണേ. അപ്പോൾ ഇത് നമ്മൾക്ക് തുറന്ന് നോക്കി. അത് നമ്മൾ ഒഴിച്ച എണ്ണയും വെള്ളവും കൂടാണ് ഇറങ്ങി വന്നത്. വീണ്ടും നമുക്ക് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാമേ. ഇപ്പോൾ നമ്മൾ ഇതൊരു സോഫ്റ്റ് ആകാൻ വേണ്ടി, സോഫ്റ്റായി വെന്ത് വരാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത്, പിന്നെ മഞ്ഞൾ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വീണ്ടും നമുക്കിത് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഉപ്പിട്ടത് കൊണ്ട് പിന്നെയും വെള്ളം ഇറങ്ങി വരും. ഇതിലുള്ള വെള്ളം കൊണ്ട് ഇത് വേഗം നമുക്ക് വേവിക്കണം. നമുക്ക് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പം വെള്ളം ഇറങ്ങി വരുന്ന കണ്ടോ. ഇനി നമ്മൾ 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകണം. വീണ്ടും അടച്ചു വെക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാമേ. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് എളുപ്പം അടിക്ക് പിടിക്കാതിരിക്കാൻ കൂടാണ് ഇളക്കി ഇടേണ്ടത്. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മസാലയൊന്ന് മൂത്ത് വരട്ടെ. ഇത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഒരു വേകാൻ വേണ്ടി ചൂടുവെള്ളം 2-2.5 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു. ഇതേ ഇനിയും വെള്ളം ഇറങ്ങി വരും. അടച്ചു വെക്കാം. നമുക്കൊന്ന് ഇട്ട മസാലകളെല്ലാം ഒന്ന് മൊരിഞ്ഞ് പറ്റി വരട്ടെ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കറി മുക്കാലും വെന്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം കസൂരി മേത്തി ഇട്ടു. കസൂരി മേത്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം.
നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടു. അത് ഇഷ്ടമില്ലാത്തവരിടണ്ട. ഇപ്പോൾ കറി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാമേ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല കറിയാണ്. വെളുത്തുള്ളി ഇഞ്ചിയും ഉള്ളി ഒന്നും ഇടണ്ട. നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.